ഒരു കാര്യത്തോടെ പറയുന്നു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ടെന്ന്. ദൈവം ഇത്രയൊക്കെ ദൈവം ചെയ്യുമോ? സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. നിനക്ക് വയ്യാതാകുമ്പോൾ നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഒരുവനുണ്ട്. സ്തോത്രം. ഇത്രമാത്രം നമ്മളെ സ്നേഹിപ്പാൻ നമ്മൾ എന്തെങ്കിലും ഉണ്ടോ യോഗ്യത? ഒന്നുമില്ല, ഒന്നുമില്ല. സ്തോത്രം. അപ്പോ ഇതെല്ലാം നമുക്ക് തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ വർത്തമാന കാലത്തിൽ എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ദൈവ സാന്നിധ്യം ഭയം കൂടാതെ ജീവിക്കാനാണ്. അതുകൊണ്ടാണല്ലോ 366 പ്രാവശ്യം ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പായി സക്കറിയ പുരോഹിതൻ പ്രവചിച്ചു പറഞ്ഞ ഒരു കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 69 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് കിടപ്പുണ്ട്. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പായിക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായി ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. രക്ഷയുടെ കൊമ്പ് ഉയർത്തി, മറ്റാരുമല്ല, ജീസസ് ക്രൈസ്റ്റ്. എന്നിട്ട് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുന്ന ദൈവം. ഭയം കൂടാതെ ദൈവത്തെ ആരാധിപ്പാൻ, ഭയം കൂടാതെ ദൈവത്തെ ആരാധിപ്പാൻ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഭയപ്പെടുന്ന ആത്മാവിനെ അല്ല, ഭയമില്ലാത്ത ആത്മാവിനെയാ. ഹല്ലേലൂയ.